2030 ഡിസംബറിലെ കാവിലെ പാട്ട് മത്സരത്തിന് നമുക്ക് കാണാം. അത് ഇനി മറ്റൊരു ആശങ്ക കൂടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം പതിറ്റാണ്ടുകളായി ഈ കോർപ്പറേഷൻ ഉടമസ്ഥയുള്ള കടകളൊക്കെ കൈവശം വെച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരിൽ ചിലർക്കൊക്കെ ഒഴിയേണ്ടി വരും. കാര്യം തുച്ഛമായ വാടകയ്ക്കൊക്കെ ഇനി കടകളെ കൈവശം വെച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ലക്ഷക്കണക്കിന് രൂപ ഓരോ വർഷവും പിരിഞ്ഞു കിട്ടുന്ന ഒരു ഓഡിറ്റോറിയം ഉണ്ട് അമ്പലത്തറ ഭാഗത്ത്, AC ഓഡിറ്റോറിയമാണ്. ആ ഓഡിറ്റോറിയം വർഷങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു 10 വർഷത്തേക്കൊക്കെ കരാർ കൊടുത്തിരിക്കുകയാണ്. അതൊക്കെ നിസ്സാര തുകയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവിടെ പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചില തടസ്സപ്പെടലുകൾ ഉണ്ടാകുമെന്നുള്ളൊരു ആശങ്ക പലർക്കും ഉണ്ട്. ആ ആശങ്കകളാണ് ഇതിലൊക്കെ പ്രതിഫലിക്കുന്നത്. എന്തായാലും തൽക്കാലം 2030 ഡിസംബറിലെ കാവിലെ പാട്ട് മത്സരത്തിന് നമുക്ക് കാണാം. അതുവരെ ജനങ്ങൾ തന്ന വിധി അംഗീകരിക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പരിഹാസപാത്രമായിക്കൊണ്ടിരിക്കും. ആണോ? അതങ്ങ് അവരങ്ങ് അവസാനിപ്പിച്ചാൽ മതി. ഇപ്പം അവരതൊക്കെ അവസാനിപ്പിച്ചാൽ മതി. എന്തേ വാട്ടർ അതോറിറ്റി, കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെ വാട്ടർ അതോറിറ്റി സർക്കാരിനെ പഴിച്ചായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഇതേ സമയം ഇപ്പോൾ ഒരു വീഡിയോ വൈറലാണ്. BJP അന്ന് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ കോർപ്പറേഷനെതിരെ അന്ന് മേയറായിരുന്ന ആര്യ രാജേന്ദ്രനെതിരെ പ്രതിഷേധിക്കുന്നൊരു വീഡിയോ. അപ്പോൾ ഇതിലൊരു വലിയ ഞാൻ പറഞ്ഞത്, ഈ ഘട്ടത്തിൽ ഒരു കോർപ്പറേഷന് ചെയ്യാൻ പറ്റുന്ന ഏത് കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യാത്തത്? ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് കിട്ടുന്ന ജലത്തെ, ഞാൻ പറയട്ടെ സുഹൃത്ത്, കിട്ടുന്ന ജലം ടാങ്കറുകളിൽ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. ടാങ്കറിൻ്റെ പൈസ കോർപ്പറേഷൻ അടയ്ക്കുന്നു, സൗജന്യമായി എത്തിച്ചു കൊടുക്കുക. ഇതെല്ലാം ഇക്കാര്യം വളരെ ഭംഗിയായിട്ട് ഇക്കാര്യം നമ്മൾ ചെയ്തപ്പോഴേക്കും ഈ പറയുന്ന ഇദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഷോ ഓഫ് കാണിക്കുന്നതാണ്. ജനങ്ങൾക്ക് ടാങ്കറിൽ വെള്ളം കൊണ്ട് കൊടുക്കുമ്പോഴേക്കും ഷോ ഓഫ് കാണിക്കുന്നതാണ്. ഇത് അത്രത്തോളം അസഹനീയമാണ്. തോറ്റാൽ വലിയ ഡെക്കറേഷനൊന്നുമില്ല, തോറ്റു, ജനങ്ങൾ തോൽപ്പിച്ചു എന്നങ്ങ് സമ്മതിക്കുക. ഞങ്ങളൊക്കെ തിരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ടല്ലോ. ഇത് ഒരു തവണ എൻ്റെ പ്രശ്നം കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോയപ്പോഴേ ഉണ്ടാകുന്ന ഈ മീനിനെ പിടിച്ച് കടലിൽ നിന്നും കരയിലേക്ക് ഇട്ടതുപോലുള്ള ഒരു ശ്വാസം മുട്ടലാണ് അനുഭവിക്കുന്നത്. അങ്ങനെ വേണ്ട, അത് ജനങ്ങൾ തീരുമാനിച്ചില്ല, ജനങ്ങളുടെ പ്രസ്ഥാനമല്ലേ. അവർ തീരുമാനിച്ച ഭരണസമിതിക്ക് ഒരു 5 വർഷം സമയം കൊടുക്കണം. അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത്. 5 വർഷമല്ലേ ഒരു ഭരണസമിതിക്ക്. ആ 5 വർഷം പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കട്ടെ, ഒരു മികച്ച പ്രതിപക്ഷമാണെന്ന് തെളിയിക്കട്ടെ. അപ്പോഴേക്കും ഭരണപക്ഷത്തെക്കാൾ മികച്ച പ്രതിപക്ഷമാണെന്ന് തെളിയിച്ചാൽ ജനങ്ങൾ അവസരം കൊടുക്കും. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഭരണഘടനയിലും നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് പീപ്പിൾസ് ആക്ടിലും ഒക്കെ തന്നെ ഇത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അത് നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാവണ്ടേ? ഞാൻ വളരെ ഞാൻ വളരെ നേരത്തെ ഞങ്ങൾ ചുമതലയിൽ വന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോഴൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ രാഷ്ട്രീയത്തിൽ ചില കാര്യങ്ങൾ ആസ്വദിക്കണം, ചില കാര്യങ്ങൾ പ്രതികരിക്കണം, ചില കാര്യങ്ങൾ തിരുത്തണം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഏതോ രീതിയിലോട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്കനോട് എടുക്കാം.